ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് കുറേ പോസിറ്റീവ് കമൻറ്റ്സ് വന്നായിരുന്നേ. ഒരുപാട് സന്തോഷം. ഇനിയുള്ള വീഡിയോസിന് ലൈക്കും കമൻറ്റ്സും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഭയങ്കര ആശ്വാസമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ മക്കളുടെ എക്സാം ഒക്കെ കഴിയുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 മാസത്തേക്ക് 4 മണിക്ക് 4:30 രാവിലെ എണീക്കേണ്ട ആവശ്യമില്ല. ഇത്ര നേരത്തെ എന്തിനാണ് എണീക്കണേന്ന് ചോദിച്ചാലേ, എനിക്ക് കുറച്ച് എല്ലാ കാര്യത്തിലും ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിച്ചൺ വർക്കായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നേരത്തെ എണീറ്റാലേ ഇവർക്കുള്ള കാപ്പിയും ഉച്ചക്കുള്ള ലഞ്ചും ഒക്കെ റെഡി ആവത്തുള്ളൂ. ആദ്യമേ തന്നെ ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഈ ട്രൈപോഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റും. മറ്റേ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ തന്നെ റൈസ് കുക്കറിൽ കുറച്ച് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് തിളപ്പിച്ച് വടിച്ചെടുത്താൽ മതി. അപ്പം അത്ര ഗ്യാസും നമുക്ക് ആവത്തില്ല. ഭയങ്കര എളുപ്പമാണത്. അതിനുശേഷം ഞാൻ ചായ ഇടാനാണേ പോകുന്നത്. രാവിലെ ഒരു ഗ്ലാസ് ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദന പെട്ടെന്ന് വരും. അങ്ങനെ ചായയൊക്കെ അടുപ്പത്തും വെച്ചിട്ട് ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുമാൻ വേണ്ടി തിരിഞ്ഞായിരുന്നേ. തേങ്ങ തിരുമുന്നത് ഇവിടെയാണെങ്കിലും എൻ്റെ 2 കണ്ണും ആ ചായയുടെ മേലെ തന്നെ ഉണ്ട്. സാധാരണ അടുപ്പത്ത് ചായ വെച്ചിട്ട് നോക്കിക്കൊണ്ട് നിന്നാൽ ചായ തിളയ്ക്കാറേ ഇല്ല. ഒന്ന് തിരിയുന്ന തക്കം നോക്കി ചായ മൊത്തം തിളച്ച് തൂകും. അത് ഭയങ്കര മെനക്കേടാണ്. പിന്നെ ഗ്യാസ് തുടയ്ക്കണം, തറ തുടയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികൾ നടക്കും. അതുകൊണ്ട് ഇന്ന് എന്തായാലും അത് നടക്കത്തില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ചായ തിളയ്ക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞപ്പോഴേക്കും ചായ ഇതാ തിളച്ചു വരുന്നു. പക്ഷേ ഒരു തുള്ളി പോലും തറയിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ ഓടി വന്ന് അങ്ങ് ഓഫ് ചെയ്തായിരുന്നേ. അങ്ങനെ ചൂട് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നടത്താമെന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് ചൂട് ചായ എടുത്തേ. ഞാൻ സാധാരണ വീട്ടിൽ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു കാപ്പിയാണ് ദോശയും ചമ്മന്തിയും. അതാകുമ്പോൾ നമുക്ക് വലിയ മെനക്കേടൊന്നുമില്ല. പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കാൻ ദോശയും ചൂടാം. ഇനിയിപ്പോൾ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു കഷ്ണം ചെറിയുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇനിയിപ്പോൾ കടുക് വറുക്കണമല്ലോ. അതിനുവേണ്ടി കടുവറ അങ്ങനെ കടുക് വറുത്തിട്ട് ആ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. ഭയങ്കര ലൂസ് ചമ്മന്തി ഇവിടെ ഇഷ്ടമില്ല. കുറച്ച് കട്ടി ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ചമ്മന്തി ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കീര തോരനാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ കീര കാണുമ്പോൾ എനിക്ക് കുറച്ച് വിഷമമാണ് വരുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനൊരു വലിയൊരു കഥയുണ്ട്. ഒരു 2-3 ദിവസത്തിന് മുന്നേ ഞങ്ങളൊന്ന് പുറത്തു പോയായിരുന്നേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഏട്ടനൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ ഏട്ടൻ കയറിയായിരുന്നേ. ഞങ്ങളെ 3 പേരെയും പുറത്തു നിർത്തിയായിരുന്നു. ആ വഴിയിൽ ഞങ്ങളുടെ അടുത്തായിട്ട് ഒരു വഴിയോര കച്ചവടത്തിനായിട്ട് ഒരു അമ്മുമ്മ ഇതുപോലെ കുറേ കീരയും പയറും മാങ്ങയും എല്ലാം കൊണ്ടുവച്ച് നിൽക്കുന്നതുണ്ടേ. അപ്പോൾ അവർ കുറേ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഈ കീരയും 2-3 കെട്ട് പയറും ഒക്കെ എന്നെ അങ്ങ് അടിച്ചേൽപ്പിച്ചായിരുന്നു. പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അതെല്ലാം ഞാൻ അങ്ങ് മേടിച്ചായിരുന്നേ. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മാങ്ങ കണ്ടിട്ട് എൻ്റെ മോള് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചായിരുന്നേ. അങ്ങനെ മാങ്ങ വാങ്ങാമെന്ന് പറഞ്ഞ് പോയപ്പോഴേക്കും അത്രയും നേരം സൗമ്യമായിട്ട് സംസാരിച്ച അമ്മമ്മയുടെ സ്വഭാവം ടക്കനെ മാറിയതിന് ശേഷം ഏറ്റവും അഴുക്ക മാങ്ങ നോക്കി എടുത്തു. എന്നെ ഇട്ട് നോക്കിയെടുക്കാനും സമ്മതിച്ചില്ല. അഴുക്ക മാങ്ങ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ എൻ്റെ പൈസ മൊത്തം പോയത് മിച്ചം.